അസ്സലാമു അലൈക്കും. ഞാൻ ആഷിഖ് കൊടുവള്ളി. ഇന്ന് നമ്മൾ ഏദറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഈ ഏദറിന്റെ എനിക്ക് അനുഭവപ്പെട്ട, ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി. ഈ ഒരു വർഷത്തിനടുക്ക് എനിക്ക് അനുഭവപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും ആട്ടോ. ദോഷമുണ്ട്, ഗുണമുണ്ട്. അപ്പൊ അത് നിങ്ങളെ പരിചയപ്പെടുത്താതെ മാത്രം. ഇപ്പൊ ഏതൊരു ഫസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ നമ്മളുണ്ടല്ലോ, ഏതൊരു വെച്ചാല് ഇലക്ട്രിക് വാഹനത്തില് ഈ സ്കൂട്ടറിൽ ഏതൊരു ഒന്നുകൂടി പവർ കൂടിയതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം റേറ്റും ഉണ്ട്. ഞാൻ എടുക്കുമ്പോൾ ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. ഞാൻ എടുക്കുമ്പോൾ 1.25 ലക്ഷം റുപ്യ റേറ്റ് ഉണ്ട്. ഇപ്പോൾ കൂടിക്കുന്നതാണ് എനിക്ക് ഓർമ്മ. അപ്പൊ ഏതായാലും ഏതറിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഏകദേശം ഒരു വർഷത്തിന് അടുത്തായി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും. അപ്പോൾ ആദ്യം ഗുണങ്ങൾ പറയാം. ഗുണങ്ങൾ വെച്ചാല് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒരു പുള്ളിങ്ങാ, ഒരു എടുപ്പുണ്ടാവും. അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത ഒരു സംഗതി കേട്ടോ ഈ ഏതറിന്റെ വിഷയത്തിൽ. പിന്നെ റിവേഴ്സ് ഗിയർ, അത് പിന്നെ എല്ലാ എനിക്ക് തോന്നുന്നത് കറണ്ടിന്റെ വണ്ടികൾക്കൊക്കെ ഉണ്ട് റിവേഴ്സ് ഗിയർ. ഈ റിവേഴ്സ് ഗിയർ നമുക്ക് കൂടുതലായിട്ടും ഉപയോഗപ്പെടുന്നത് ഈ കട്ടിങ് ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കാണാണ്ട് നിർത്തിയിട്ട് പോയി പിന്നെ തിരിച്ച് വന്നുകൊണ്ട് എടുക്കുമ്പോൾ ആ കട്ടിങ്ങിൽ റിവേഴ്സ് ഗിയർ ഇട്ട് കാണാണ്ട് എടുക്കുമ്പോൾ ഒരു സുഖമുണ്ട്. മറ്റിങ്ങനെ എല്ലാവരും മറ്റേ വണ്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ബേക്കിന് വലിക്കാൻ വേണ്ടി പറയും. അപ്പൊ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് റിവേഴ്സ് ഗിയർ ഇട്ട് കാണാണ്ട് അത് എടുക്കുമ്പോൾ നമുക്കൊരു സുഖം വരുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഗുണങ്ങളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ പോകാൻ കഴിയും. സ്പീഡ് പോയാലും എന്താവൂല, വണ്ടി പാളുക, ഇങ്ങനെ ഇളകി കളിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ. പിന്നെ മൈലേജിന്റെ വിഷയത്തിൽ നമ്മൾ എക്കോ മോഡിൽ ഇടുന്നതിനെക്കാട്ടും റൈഡ് മോഡ് ഇടുന്നതിനെക്കാട്ടും സ്പോർട്ട് മോഡിൽ ഇട്ട് പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടാണ് ഞാൻ പറയുന്നത്. എക്കോ മോഡിൽ ഇട്ട് പോകുമ്പോൾ 1 കിലോമീറ്റർ നമ്മൾ ദൂരം പോയാൽ അതിന്റെ മുമ്പ് തന്നെ 700 മീറ്റർ ആകുമ്പോൾ ഇതിൽ 1 കിലോമീറ്റർ കുറയും. മനസ്സിലായോ? റൈഡ് മോഡലാണെങ്കിലും അങ്ങനെ തന്നെ 700-750 മീറ്റർ ആകുമ്പോൾ തന്നെ ഇതിലെന്താവും, 1 കിലോമീറ്ററിന്റെ ചാർജ് കുറയും. അപ്പൊ നമ്മൾ 1 കിലോമീറ്റർ പോയി ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഒരു 4 മാസം 5 മാസം ഇത് ഓടിച്ചതിന് ശേഷം വേറെ ആൾ ഇതിന്റെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായത്. കാരണം സ്പോർട്ട് മോഡിലിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 40-50 ആ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇവിടെ വരും. ഒരു സാധനം കാണിച്ചു തരാം. കൊണ്ടുവരുമോ? ഇവിടെ ഒന്ന് കാണിച്ചോളൂ മീറ്ററിലേക്ക്. ഈ മീറ്ററിൽ ഒരു മിനിറ്റ്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കണ്ട് ഈ ഒരു അടയാളം കണ്ടോ, ഇത് കാണിച്ചോളൂ. ഈ മഞ്ഞ, ആ മഞ്ഞ അത്ര വരെ പോവാം. അതിനെക്കാട്ടും അപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, ഇങ്ങനെ കയറരുത്. ഈ വരെ പോവുകയാണെങ്കിൽ ഈ ഒരു ഇത് കണ്ടോ ആംഗിള്, ഈ ആംഗിള് വരെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത്യാവശ്യം മൈലേജ് നമുക്ക് കിട്ടും. അതായത് സ്പോട്ടിൽ ഇട്ടുകാണ്ട് ആ ആംഗിള് വരെ കയറാണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറാണ്ട് ആ ഒരു സ്പീഡിൽ പോയാൽ 1 കിലോമീറ്റർ കഴിഞ്ഞാലും എനിക്ക് കിട്ടിയതാണ് ഞാൻ പറയുന്നത്. 1 കിലോമീറ്ററും 700 മീറ്ററും വരെ കിട്ടും. ആ 1 കിലോമീറ്റർ 700 മീറ്ററും ആയതിനു ശേഷമാണ് ഇതിൽ 1 കിലോമീറ്റർ കുറയാം. അപ്പൊ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ ഒരു 90-95 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് എടുക്കുമ്പോൾ ഇതിന്റെ ഏജന്റുമാർക്ക് അറിയണോ എന്നില്ല. ഏജന്റുമാർ പറഞ്ഞത് എന്താ, ഇതിൽ 85 കാണിക്കുന്നത്, എക്കോ മോഡിലിട്ട് പോയാലേ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. പക്ഷെ അങ്ങനല്ല, സ്പോട്ടിലിട്ട് പോയാലാണ് മൈലേജ് കിട്ടുന്നത് എന്നൊരു സത്യാവസ്ഥ വേറാണ്. അതൊക്കെ ഇതിന്റെ ഗുണങ്ങളാട്ടോ. പിന്നെ ഇത് കംപ്ലൈന്റ് എനിക്ക് ഇതുവരെ വന്നില്ല. ഈ വണ്ടി പോകുമ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിളാണ് ഓല, അതുപോലെ തന്നെ വിഡ, ഹീറോന്റെ, അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടികൾ, കമ്പനികളുടെ വണ്ടികളൊക്കെ സൗണ്ട് ഞാൻ നോക്കുമ്പോൾ സൈലന്റ് സൗണ്ടാണ്, ഒന്നും കേൾക്കില്ല. ജസ്റ്റ് അതിന്റെ അടുത്തൂടെ പോകുമ്പോൾ മാത്രം ഒരു സൗണ്ട് മാത്രം. പക്ഷെ ഇതിനതല്ല. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കാണിച്ചോളൂ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ചളി കയറിയാല്, മണ്ണായാല്, പൊടിയായാല് അവിടൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ സൗണ്ട്, ഇങ്ങനെ കര ഇരി എന്ന് പറഞ്ഞാണ്ട് ഒരു സ്പെഷ്യൽ സൗണ്ട്, ഭയങ്കര സൗണ്ട് ആയിരിക്കും പോകുമ്പോൾ. അത് ഒരു മൈനസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും അതില്ലാനോ. ഇതിന് ആ ഒരു പ്രത്യേകത ഉണ്ട്, ഈ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അല്ലാണ്ട് വേറൊരു പ്രശ്നമായിട്ട് ഞാൻ എനിക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ ഇതും ഇവിടെ ഈ ഒരു മറുകാട് കണ്ടോ, ഇതെന്താ ഒരു ടയർ മാത്രം ഇങ്ങനെ കാണുന്ന ഒരു ചുറ്റുഭാഗം. ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ഒന്ന് കുറച്ചുകൂടി മുമ്പോട്ടായിട്ട് ചളി തെറിക്കാത്ത, ഇതിപ്പോ നല്ലോണം ചളി തെറിക്കും. അപ്പൊ ഇത് കാണിച്ചോളൂ, ഇവിടെ വരെ നമുക്ക് ചളി തെറിക്കും, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു സംവിധാനം ഒരു മൈനസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കിയൊക്കെ പക്ക ടീക്കാണ്. മൈലേജിന്റെ വിഷയത്തിലായാലും പവറിന്റെ വിഷയത്തിലായാലും സ്പീഡ് പോകാനും കട്ട് ചെയ്ത് പോകാനും ഒക്കെ ബെസ്റ്റ് സാധനമാണ് ഏതർ എന്നാൽ. അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ സൗണ്ട്, അതുപോലെ തന്നെ വണ്ടി ആരെങ്കിലും തൊട്ടാലുള്ള സൗണ്ട്, അതുപോലെ തന്നെ വണ്ടി ആരെങ്കിലും ഒന്ന് അനക്കിയാൽ ആടെ അലാറടിയും. അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും മനസ്സിലായില്ലേ? പിന്നെ ലൊക്കേഷൻ, അതുപോലെ വേറെ വണ്ടികളിൽ സോങ് ഉണ്ട്, ഇതിൽ സോങ് ഇല്ല. പക്ഷെ സോങ് നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പൗസ് ആക്കാനുള്ള സംവിധാനം അതൊക്കെ ഇതിലുണ്ടാകും.
ഇതൊക്കെയാണ് മൊത്തത്തിൽ ഒരു ഏതറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് കൂടുതൽ ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ട് അതും ഒന്ന് കമന്റിൽ അറിയിക്കട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെറിയൊരു വീഡിയോയിൽ ഒതുക്കണേ. ഈ വണ്ടി ഉണ്ടല്ലോ നമ്മളെ ഏതർ, അത് ഒരാളെടുത്ത് അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച് എന്ന് നമുക്ക് മനസ്സിലാകുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുതരാം. ഒന്നാമത് നമ്മളെ ഫോണിൽ എന്ത് വരും, മെസ്സേജ് വരും. പിന്നെ ഈ വണ്ടി തന്നെ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതൊന്ന് കണ്ടുപിടിനാല് ഇതാ ഇപ്പോൾ ഇതാ വണ്ടി എടുത്ത് ചാവി ഇല്ല കേട്ടോ, ചാവി എൻ്റെ കീശയിലാണ് ഉണ്ടാകുക. അപ്പോൾ വണ്ടി എടുത്ത് കാണാൻ ഒരാൾ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോയി. ഇത് കണ്ടില്ലേ വണ്ടി സൗണ്ട് ഉണ്ടാക്കണേ, ഇത് ഇതിൻ്റെ ഒരു ഗുണത്തിൽ പെട്ടാട്ടോ. സൗണ്ട് അലാറം അടിയും. വണ്ടി ആരെങ്കിലും എടുത്താൽ നിങ്ങൾ ലൈറ്റ് കത്തുകയും ചെയ്യും, അലാറം അടിയുകയും ചെയ്യും. ഇത് ഇതിൻ്റെ ഒരു ഗുണത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറാണ്. ടയർ ഞാൻ എടുത്ത് മുതൽക്ക് ഇപ്പോൾ രണ്ടാമത്തെ ടയർ, അതും ഏകദേശം തീരുമാനമാകാണ്. അല്ലേ ഏകദേശം മൊത്തമായി തുടങ്ങിയിരിക്കുന്നത്. അത് ഒന്നാമത് ഇതിൻ്റെ സ്പീഡാണ്. സ്പീഡിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ടയർ നല്ലോണം തേഞ്ഞ് വരും. പക്ഷേ ഫ്രണ്ടിലെ ടയർ നോക്കി, ഫ്രണ്ടിലെ ടയർ ഒരു കൊല്ലമായിട്ടും കട്ട ഇപ്പോഴും നിലവിലുണ്ട്. ബാക്കിലത്തെ ടയർ മാറ്റാനായിരിക്കും, രണ്ടാമത്തും മാറ്റാനായിരിക്കണം. കിലോമീറ്റർ അധികമൊന്നും ആയില്ല, 12 സംതിങ് കിലോമീറ്റർ ആയുള്ളൂ. അപ്പോഴേക്കാണ് രണ്ടാമത്തും മാറ്റാനായി. കണ്ടില്ലേ സീറ്റ് പൊന്തിക്കുമ്പോൾ ഇവിടെ കാണിച്ചിട്ട് പോകണം, ഇവിടെ ട്യൂബ് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് കാണിച്ചത് കണ്ടില്ലേ, ലെങ്ത് ട്യൂബ് ലൈറ്റ്. അത് നമുക്കൊരു എന്താണ് എന്തെങ്കിലും സാധനം വെക്കാനൊക്കെ ഒരു വെളിച്ചം, അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഡിക്കി, ഒരു ഹെൽമെറ്റിന് മാത്രം സ്പേസ് ഉള്ള ഒരു ഡിക്കി. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം, ഒക്കെ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഇൻഷാ അല്ലാഹ്.